നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റാൻഡേർഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ എക്സ്പ്രഷൻ ഇവിടെ തന്നിട്ടുണ്ട് എസ് ഓഫ് ടി. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് പവർ ഓഫ് ദ മെസ്സേജ് സിഗ്നൽ ടു പവർ ഓഫ് ദ കെരിയർ സിഗ്നൽ. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? റേഷ്യോ ഓഫ് പവർ ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. പവർ ഓഫ് ദ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് എത്രയാണോ? പവർ ഓഫ് സൈഡ് ബാൻഡ് ഡിവൈഡഡ് ബൈ പവർ ഓഫ് ദ കെരിയർ സിഗ്നൽ. പവർ ഓഫ് ദ കെരിയർ സിഗ്നൽ എന്ന് പറയുന്നത് എത്രയാണ്? പി സി. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ പവറിന്റെ എക്സ്പ്രഷൻ എഴുതാം. വാട്ട് ഈസ് ടോട്ടൽ പവർ? ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് പി സി പ്ലസ് പി സി മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണല്ലോ. സൈഡ് ബാൻഡ് പവർ ഏതാ? പി സി മ്യൂ സ്ക്വയർ ബൈ 2. ടോട്ടൽ പവർ എത്രയാണ്? പി സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2. നമ്മളോട് ചോദിച്ചിരുന്ന റേഷ്യോ എന്താ? സൈഡ് ബാൻഡ് പവർ ടു കെരിയർ പവർ. സൈഡ് ബാൻഡ് പവർ എത്രയാണ്? പി സി മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ കെരിയർ പവർ എത്രയാണ്? പി സി. സോ പി സി വിൽ ബി ക്യാൻസൽഡ്. ദ ആൻസർ ഈസ് മ്യൂ സ്ക്വയർ ബൈ 2. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ അകത്ത് ഈ എക്സ്പ്രഷൻ്റെ അകത്ത് മ്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടി? ആൻസർ കിട്ടി. തന്നിരിക്കുന്ന എക്സ്പ്രഷൻ സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അതാദ്യം ചെക്ക് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഫോം എന്താ? സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എ സി കോസ് 2 പൈ എഫ് സി ടി പ്ലസ് എ സി മ്യൂ ഡിവൈഡഡ് ബൈ 2 കോസ് 2 പൈ എഫ് സി പ്ലസ് എഫ് എം ഇൻറ്റു ടി പ്ലസ് എ സി മ്യൂ ഡിവൈഡഡ് ബൈ 2 കോസ് 2 പൈ എഫ് സി minus fm into t. So this is the standard expression for A. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ടേംസിനെ ഐഡന്റിഫൈ ചെയ്ത് ഏതൊക്കെയാണ് സൈഡ് ബാൻഡ്. കാരണം എന്തിനാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? കാരണം നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ വേണ്ടത്. മോഡുലേഷൻ ഇൻഡെക്സിന്റെ ടേം ഏതിലേ ഉള്ളൂ? സൈഡ് ബാൻഡ് ടേംസിന്റെ കൂടെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ ടേം ഉള്ളൂ. അപ്പോൾ ഇതിൽ സൈഡ് ബാൻഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ 3 ആംപ്ലിറ്റ്യൂഡ് ആണുള്ളത്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 4, ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 1. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെയിം ആംപ്ലിറ്റ്യൂഡ് വരുന്നതായിരിക്കും സൈഡ് ബാൻഡ്. ഒറ്റയ്ക്ക് വരുന്ന ആളാണ് കാരിയർ. അത് ക്ലിയർ ആണ്. പക്ഷേ നമുക്കൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഫസ്റ്റ് ടേം എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എസ് ഓഫ് ടി, അത് ഞാനിവിടെ എഴുതാം. എസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് 2000 പൈ ടി പ്ലസ് 4 കോസ് 2400 പൈ ടി പ്ലസ് കോസ് 2800 പൈ ടി. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇതിൽ നോക്കിയേ, ഇതിനെങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഏതാണ് കെരിയർ, ഏതാണ് മോഡുലേറ്റഡ് എന്ന് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2000 പൈ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 പൈ ഇൻറ്റു 1000 ടി എന്ന് എഴുതാം. ഈ 2400 പൈ ടീനെ എങ്ങനെ എഴുതാം? 2 പൈ ഇൻറ്റു 1200 ടി എന്ന് എഴുതാം. ഈ 2800 പൈ ടീനെ എങ്ങനെ എഴുതാം? 2 പൈ ഇൻറ്റു 1400 ടി എന്ന് എഴുതാം. എഴുതാലോ. അപ്പോൾ ഫ്രീക്വൻസീസ് എത്രയാ? ഒരു ഫ്രീക്വൻസി 1000, ഒരു ഫ്രീക്വൻസി 1200, ഒരു ഫ്രീക്വൻസി 1000, ഒരു ഫ്രീക്വൻസി 1200, ഒരു ഫ്രീക്വൻസി 1400. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കരിയറും അപ്പർ സൈഡ് ബാൻഡ് ലോവർ സൈഡ് ബാൻഡ് ആയിട്ട് എഴുതുക? മിഡിൽ ഫ്രീക്വൻസി 1200 എന്തായിട്ട് എടുക്കുക? എഫ് സി ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? എഫ് സി മൈനസ് എഫ് എം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? എഫ് സി പ്ലസ് എഫ് എം. അപ്പോൾ മനസ്സിലായല്ലോ കരിയർ ടൈം ഏതാ, ലോവർ സൈഡ് ബാൻഡ് ഏതാ, അപ്പർ സൈഡ് ബാൻഡ് ഏതാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കരിയർ 4 cos 2400 പൈ ടി ഈസ് ദ കരിയർ. നെക്സ്റ്റ് അപ്പർ സൈഡ് ബാൻഡ് ഏതാ? കോസ് 2800 പൈ ടി. ലോവർ സൈഡ് ബാൻഡ് ഏതാ? കോസ് 2000 പൈ ടി. ഇങ്ങനെ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് ശരിക്കും ഇതാണ് കരിയർ. ദിസ് ഈസ് കരിയർ. ദിസ് ഈസ് അപ്പർ സൈഡ് ബാൻഡ്. അപ്പർ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എത്രയാണ്? അപ്പർ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് 1. സ്റ്റാൻഡേർഡ് ഡെഫിനേഷനിൽ അപ്പർ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ? എ സി മ്യൂ ഡിവൈഡഡ് ബൈ 2. സോ ഒറ്റയടിക്ക് ഇവിടുന്ന് നമുക്ക് ടേം കമ്പയർ ചെയ്ത് എഴുതിക്കൂടെ? സോ കമ്പയറിംഗ് ദ ടേം എ സി മ്യൂ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് മ്യൂ ഈക്വൽ, നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഈ സർക്കസ് കാണിച്ചത്. മ്യൂ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എ സി. ഇനി എ സിയുടെ വാല്യൂ കാണണ്ടേ? വാട്ട് ഈസ് എ സി? എ സി എന്ന് പറയുന്നത് കരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. കരിയർ ടേം എവിടെ? ഇവിടെ ഉണ്ട് കരിയർ ടേം. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 4. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 4. That is 1/2. 0.5 is the what value? Modulation index value. Power of the sideband divided by power of the carrier. That is equal to mu square by 2. Mu ന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? മ്യൂവിൻ്റെ വാല്യൂ 0.5. So this is equal to 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 0.5 സ്ക്വയർ എടുക്കുന്ന സമയത്ത് എന്താവും? 0.25. 0.25 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 0.125. Okay. So here the answer is 0.125. So hope it is clear. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റൻ ഇതാണ്. ദ അൺമോഡുലേറ്റഡ് കാരിയർ പവർ ഇൻ എൻ AM ട്രാൻസ്മിറ്റർ ഈസ് 5 kilowatts. This carrier is modulated by a sinusoidal modulating signal. The maximum percentage of modulation is 50%. If it is reduced to 40%, then the maximum unmodulated carrier power that can be used without overloading the transmitter is.
ഇതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരിയർ പവർ പി സി. ഈ ഒരു ടേം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദ അൺമോഡുലേറ്റഡ് കരിയർ പവർ. അൺമോഡുലേറ്റഡ് കരിയർ പവർ. അൺമോഡുലേറ്റഡ് കരിയർ പവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കരിയർ സിഗ്നൽ ഉണ്ടല്ലോ സി ഓഫ് ടി. ഈ കരിയർ സിഗ്നൽ മോഡുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കരിയർ സിഗ്നൽ എത്രയാ? എ സി കോസ് 2 പൈ എഫ് സി ടി. സാധാരണ കരിയർ സിഗ്നൽ. ഇതിനെ മോഡുലേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എസ് ഓഫ് ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ മോഡുലേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള കരിയർ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എ സി ഡിവൈഡഡ് ബൈ √2 ഹോൾ സ്ക്വയർ ആർ എം എസ് വാല്യൂൻ്റെ സ്ക്വയർ. അതായത് ഈ പി സി ഇത് തന്നെയാണ് അൺമോഡുലേറ്റഡ് കരിയർ പവർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കരിയറിൻ്റെ പവർ, അതിനെയാണ് അൺമോഡുലേറ്റഡ് കരിയർ പവർ എന്ന് പറയുന്നത്. സോ പി സി ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 5 കിലോ വാട്ട്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മോഡുലേറ്റ് ചെയ്യാണ്. മോഡുലേഷൻ ഇൻഡെക്സ് എത്രയാണ്? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 50% എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവർ ഇത് ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ഇവരെന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ കേസിൽ സെക്കൻഡ് കേസിൽ ഇവർ മോഡുലേഷൻ ഇൻഡെക്സ് മാറ്റി. മോഡുലേഷൻ ഇൻഡെക്സ് 0.4 40% ആക്കി 0.4 ആക്കി മാറ്റി. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് മാക്സിമം അൺമോഡുലേറ്റഡ് കരിയർ പവർ എത്ര വരെ യൂസ് ചെയ്യാം വിത്തൗട്ട് ഓവർലോഡിങ് ദ ട്രാൻസ്മിറ്റർ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു 5 കിലോ വാട്ട് കരിയർ പവർ എടുത്ത് മോഡുലേഷൻ ഇൻഡെക്സ് 0.5 എടുത്തിട്ട് നമ്മൾ കരിയർ മോഡുലേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്കീമിൽ നമുക്കൊരു ടോട്ടൽ പവർ കിട്ടുമല്ലോ, ട്രാൻസ്മിറ്റഡ് പവർ കിട്ടുമല്ലോ. അപ്പോൾ ഈ സ്കീമിൽ കരിയർ പവർ 5 കിലോ വാട്ടും മോഡുലേഷൻ ഇൻഡെക്സ് 0.5 ആക്കി എടുത്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. പി ടി പവർ ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത സമയത്ത് ട്രാൻസ്മിറ്ററിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത് സക്സസ്ഫുള്ളി ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ പവർ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് എത്ര ടോട്ടൽ പവർ കിട്ടുമോ ആ ടോട്ടൽ പവർ സേഫാണ്, ട്രാൻസ്മിറ്ററിനെ സംബന്ധിച്ചിടത്തോളം സേഫാണ്. അപ്പോൾ ആ സേഫ് ആയിട്ടുള്ള ടോട്ടൽ പവർ നമുക്ക് കാണാം. സോ പി ടി ഈസ് ഈക്വൽ ടു എന്താ? പി സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ വാട്ട് ഈസ് പി സി? പി സി ഈസ് 5 കിലോ വാട്ട്. സോ 5K ഇൻറ്റു 1 പ്ലസ് വാട്ട് ഈസ് മ്യൂ വാല്യൂ? 0.5. സോ 0.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് 5.625 കിലോ വാട്ട് എന്നാണ് കിട്ടുക. ചെയ്ത് നോക്കാം. 5.625 കിലോ വാട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ ട്രാൻസ്മിറ്ററിൽ ആരുണ്ട്? ഈ ട്രാൻസ്മിറ്ററിൽ മോഡുലേറ്റർ ഉണ്ട്. ട്രാൻസ്മിറ്ററിൽ കരിയർ സിഗ്നലും മെസ്സേജ് സിഗ്നലും എടുക്കും. കരിയർ സിഗ്നൽ എടുക്കും, മെസ്സേജ് സിഗ്നൽ എടുക്കും. 50% മോഡുലേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തു. ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പവറാണ് ഇത് 5.625 കിലോ വാട്ട്. അപ്പോൾ 5.625 കിലോ വാട്ട് വരെ ട്രാൻസ്മിറ്ററിന് പ്രശ്നമൊന്നുമില്ല. അതായത് 5.625 വാട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലായി. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് റെഡ്യൂസ് ചെയ്യാണ്. മോഡുലേഷൻ ഇൻഡെക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കരിയർ പവർ വരെ നമുക്ക് യൂസ് ചെയ്യാം? എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ടോട്ടൽ പവർ ട്രാൻസ്മിറ്ററിനെ നാശാക്കാത്ത രീതിയിൽ. അപ്പോൾ ടോട്ടൽ പവർ എത്ര വരെ വരാം? 5.625 വരെ വരാം. കാരണം അത് നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ. 5.625 കിലോ വാട്ട്സ് വരെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി പ്രൂവൺ ആണ്. അപ്പോൾ ടോട്ടൽ പവർ 5.625 വെച്ചിട്ട് എത്രത്തോളം കരിയർ പവർ നമുക്ക് യൂസ് ചെയ്യാം വിത്ത് മോഡുലേഷൻ ഇൻഡെക്സ് 0.4? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? സെയിം എക്സ്പ്രഷൻ യൂസ് ചെയ്താൽ മതി. സോ പി ടി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. നേരത്തെ കേസിൽ നമ്മൾ ഇതിൽ പി ടി കാണാൻ വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോഴത്തെ കേസിൽ എന്താ കാണേണ്ടത്? ഇപ്പോഴത്തെ കേസിൽ പി സി കാണണം. സോ പി സി ഈസ് ഈക്വൽ ടു എന്ത് വരും? പി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ ടോട്ടൽ പവർ ഹിയർ? 5.625 കിലോ വാട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡുലേഷൻ ഇൻഡെക്സ് ഈ കേസിൽ എത്രയാണ്? 0.4. സോ 0.4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ ഇത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 5.208 ആണ്. 5.208 കിലോ വാട്ട്. അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഉള്ള മോഡുലേഷൻ സ്കീമിൽ മോഡുലേഷൻ ഇൻഡെക്സ് 0.5 എടുത്തു, മോഡുലേഷൻ ഇൻഡെക്സ് 0.5 എടുത്തു, കരിയർ പവർ 5 കിലോ വാട്ട് എടുത്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തോ, ട്രാൻസ്മിറ്ററിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മോഡുലേഷൻ ഇൻഡെക്സ് 0.4 ആക്കി റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം കരിയർ പവർ എത്ര യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 5.208 കിലോ വാട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ ആം യൂസിങ് എ കരിയർ പവർ മോർ ദാൻ 5.208 ഐ വിൽ ഗെറ്റ് ടോട്ടൽ പവർ മോർ ദാൻ 5.625. അപ്പോൾ 5.625ൻ്റെ മുകളിൽ പവർ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിന് അതിൻ്റെ മുകളിൽ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ല. ആ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. 5.625 കിലോ വാട്ട് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നേരത്തെ സ്കീമിൽ നമുക്ക് 5.625 കിലോ വാട്ട് കിട്ടിയത്. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? കരിയർ പവർ ഐ എം ട്രാൻസ്മിറ്റർ ദിസ് കരിയർ ഇസ് മോഡുലേറ്റഡ് ബൈ സൈനസോയിഡിക് മോഡുലേറ്റഡ് സിഗ്നൽ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ 50%. മാക്സിമം 50% മോഡുലേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ മാക്സിമം ചെയ്യാന്ന് പറഞ്ഞാൽ 5.625 കിലോ വാട്ട് വരെ ട്രാൻസ്മിറ്ററിന് താങ്ങാൻ പറ്റും.
ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പി ടിയുടെ വാല്യൂ ഏതിൽ ഫിക്സ് ചെയ്തത് 5.625 കിലോ വാട്ടിൽ ഫിക്സ് ചെയ്തു. അങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം മാക്സിമം കരിയർ പവർ യൂസ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു. സോ ഹിയർ ദ ആൻസർ ഈസ് 5.208 കിലോ വാട്ട്.